അലീനോടുള്ള ദേഷ്യത്തിന് ഔസേപ്പും ബൈജുവും കൂടെ ചേർന്ന് സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേട്ടത്തിയായ റീത്തേനെ വിവരം അറിയിക്കുന്നുണ്ട്. അലീന എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ഇവിടെ താമസിക്കുകയാണെന്നും അത് അയാളുടെ മോളാണെന്നാ പറയുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ അവർ രഹസ്യമായിട്ട് തന്നെ റീത്തേനെ അറിയിക്കുന്നുണ്ട്. ഇതൊന്നും സ്റ്റാൻലി അറിയുന്നില്ല. ആൻ്റപ്പനോട് പറഞ്ഞ ആൻ്റപ്പൻ ചിലപ്പോൾ സ്റ്റാൻലിയോട് പറഞ്ഞു കളയുമെന്നുള്ള പേടിയിൽ അവരിത് മറച്ചു വെക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ട് 4 മണിയോടെ ഒരു കാർ വന്ന് ബംഗ്ലാവിന്റെ മുറ്റത്ത് നിർത്തുകയാണ്. ആൻ്റപ്പനപ്പോൾ സിറ്റൗട്ടിലുണ്ടായിരുന്നു. കാറിൽ നിന്നും മധ്യവയസ്കയായ സ്ത്രീയും ജീൻസും ടീഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി ഇറങ്ങി ആൻ്റപ്പനോടനോടി സ്റ്റാൻലിയുടെ മുറിയിലേക്ക് എത്തി. സ്റ്റാൻലി തലതിരിച്ച് ആൻ്റപ്പനെ നോക്കി. ആ നോട്ടത്തിനർത്ഥം ആൻ്റപ്പൻ അറിയാം. സാർ, റീത്തമ്മ കൊച്ചമ്മയും ഡാനിയ മോളും. സ്റ്റാൻലി TV ഒക്കെ ഓഫാക്കിയിട്ട് അങ്ങോട്ട് തിരിയുന്നുണ്ട്. എവിടെ? കാറിൽ വന്നിട്ടുണ്ട്. വരട്ടെ, അതിനെന്താ, നീ പോയി നിന്റെ പണി നോക്ക്. ആൻ്റപ്പൻ വാതിന് ചാരിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കാനായി. കമീൻ, സ്റ്റാൻലി പറഞ്ഞു. റീത്താമ്മയും ഡാനിയും മുറിലേക്ക് കയറിയെന്നു. സോഫയിലും കാർപ്പറ്റിലുമെല്ലാം ഉണ്ടായിരുന്ന നായ്ക്കൾക്ക് സ്റ്റാൻലി എന്തോ ആജ്ഞ നൽകി. അവ എഴുന്നേറ്റ് മുറിവിട്ടു പോയി. ഗുഡ് ഈവനിങ് പപ്പ. ഡാനിയ യാന്ത്രികമായി ഉരുവിട്ടു. വെരി ഗുഡ് ഈവനിങ്. റീത്താമ്മേ, ഗുഡ് ഈവനിങ്. ഇരിക്കൂ. പട്ടികൾ വരുന്ന കസേരയല്ലേ ഇതെല്ലാം? അന്തസ്സുള്ള പട്ടികളാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പട്ടികൾ എത്ര വളർന്നാലും മനുഷ്യനോളം അന്തസ് ഒരിക്കലും അവർക്ക് കിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ പട്ടികൾക്ക് നിങ്ങളെക്കാൾ ഉയരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് പട്ടികളെക്കാൾ താഴാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ആരാ സ്റ്റാൻലി തരം താഴ്ന്നത്? ഞങ്ങളൊരു വാർത്ത അറിഞ്ഞിട്ട് വരികയാണ്. സ്റ്റാൻലി ഇവിടെ ഒരു വെപ്പാട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. സ്റ്റാൻലിയുടെ മുഖം ചുവന്നു. ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യം തരികയാ. സ്റ്റാൻലി അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി. മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലേ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം. ഇല്ലെങ്കിൽ സ്ത്രീയാണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ചിറക്കും ഞാൻ. മര്യാദയോട് കാണിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ലേ? ആരാണ് സ്റ്റാൻലി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പെണ്ണ്? ഇങ്ങനെ മാനായിട്ട് സംസാരിച്ചാൽ അന്തസ്സായിട്ട് സ്റ്റാൻലി മറുപടി പറയും. എൻ്റെ മകളാണത്. ഇതാണല്ലോ സ്റ്റാൻലി അന്തസ്സുള്ള മറുപടി? സ്റ്റാൻലിക്ക് എത്ര മക്കളുണ്ട്? എനിക്കിപ്പോൾ 4 പേരുണ്ട് മക്കൾ. ഒരെണ്ണം എവിടെ നിന്ന് വന്നു? എൻ്റെ അനുജത്തി എൽസമ്മ 3 മക്കളെ പ്രസവിച്ചതായിട്ട് മാത്രമേ എനിക്കറിയുള്ളൂ. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അത്ര മാത്രമേ അറിയുള്ളൂ. സ്റ്റാൻലി എൽസമ്മയല്ലാതെ വേറെ ആരെയും കല്യാണം കഴിച്ചതായിട്ടും എനിക്കറിയില്ല. എൽസമ്മയല്ലാതെ വേറെ ഒരു പെണ്ണ് സ്റ്റാൻലിയുടെ ഒരു മകളെ പ്രസവിച്ചതെന്ന് കരുതിയാൽ മതി. അതെവിടുത്തെ അന്തസ്സാ സ്റ്റാൻലി? നാഴേക്ക് 40 വട്ടം അന്തസ്സിന്റെ കാര്യം പറയുന്നവരാണല്ലോ സ്റ്റാൻലി. ഏത് പട്ടാളക്കാരന്റെ അന്തസ്സോ അതോ കൊട്ടാരമറ്റ തറവാടിന്റെ അന്തസ്സോ? സ്റ്റാൻലിക്ക് അല്പം ക്ഷീണമായിട്ടോടെ ഇരിക്കുന്നുണ്ട്. റീത്താമ്മ പറഞ്ഞത് ന്യായമാണ്. അതിനെ തർക്കുത്തരം കൊണ്ട് ബന്ധിച്ചിട്ട് കാര്യമില്ല. സ്റ്റാൻലി നേരെ വിഷയത്തിലേക്ക് വന്നു. റീത്താമ്മയ്ക്ക് എന്തൊക്കെ അറിയണം? വെറുതെ ഇവിടെ കിടന്ന് നാവിട്ടലക്കരുത്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും ഞാൻ. എൽസമ്മയുടെ കഴുത്തിലല്ലേ സ്റ്റാൻലി താലി കെട്ടിയത്? ഇനി വേറെ സ്ത്രീയിലും മക്കളുണ്ടെന്ന് പറഞ്ഞാ എന്താ അതിനർത്ഥം? ഇനി വേറെ എത്ര എപ്പാട്ടിമാരും മക്കളും വരാനുണ്ട്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ ആദ്യം പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. വെപ്പാട്ടിന്റെ പ്രയോഗം ഇനി ഇവിടെ കേൾക്കരുത്. സ്റ്റാൻലി താക്കീത് ചെയ്തു. ഇതുവരെ ഇല്ലാതിരുന്നൊരു മകൾ ഇപ്പോഴുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഉണ്ടായി? റീത്താമ്മയുടെ സ്വരത്തില് ദേഷ്യമൊക്കെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എൽസമ്മയെ കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു അഫെയറിൽ സംഭവിച്ചു പോയതാണ്. എങ്കിൽ പിന്നെ എന്തിന്റെ അനുജത്തിയുടെ ജീവൻ തുലച്ചു? അവളെ തന്നെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചൂടായിരുന്നോ? അങ്ങനെയായിരുന്നു ആഗ്രഹം. അത് നടന്നില്ല. റീത്താമ്മേ, സ്റ്റാൻലി ഗൗരവം വിടാതെ പറയാണ്. ഇനി എൽസമ്മയും മക്കളും എന്ത് ചെയ്യണം അതും കൂടി പറഞ്ഞേക്ക്. അവരൊന്നും ചെയ്യണ്ട. അവരുടെ കാര്യം നോക്കി ഇപ്പോഴിരിക്കുന്നിടത്ത് തന്നെ അടങ്ങി ഇരുന്നാ മതി. അങ്ങനെ ഇരുന്നാ പോരല്ലോ, പുറത്തിറങ്ങി നടക്കണ്ടേ? ഇനി ഇത് വൈകാതെ നാട് മുഴുവൻ പരക്കുമല്ലോ. സ്റ്റാൻലിക്ക് പഴച്ചുണ്ടായൊരു മകളുണ്ടെന്ന്. അവളിപ്പോ സ്റ്റാൻലിയുടെ കൂടെയാണ് താമസമെന്ന് ആരെങ്കിലും ചോദിച്ചാ എൽസമ്മന്റെ ഉത്തരം പറയണം. എൽസമ്മ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോളും. അതോർത്ത് റീത്താമ്മ വിഷമിക്കണ്ട. അല്ലെങ്കിൽ അവൾ എന്നോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കാം. മക്കളുണ്ടല്ലോ വേറെയും സ്റ്റാൻലിക്ക്. കുടുംബത്തിൽ ജനിച്ചവർ ഈ നിൽക്കുന്ന സ്റ്റാൻലിയുടെ മകളാണല്ലോ. ഇവൾക്ക് കോളേജിൽ പോകണ്ടേ? പപ്പയ്ക്ക് രഹസ്യപുത്രനുണ്ടെന്ന് കേട്ടല്ലോന്ന് ആരെങ്കിലും കളിയാക്കിയാല് ഇവളെന്ത് മറുപടി പറയും? ഇവളുടെ തല താണു പോകില്ലേ? ഈ മകളുടെ മനസ്സിൽ തട്ടുന്ന അപമാനത്തിന് സ്റ്റാൻലിയുടെ കയ്യിൽ മറമരുന്നുണ്ടോ? പട്ടാളക്കാരെ തൊപ്പിയിൽ വയ്ക്കുന്ന കീർത്തിമുദ്രയോ യൂണിഫോമിൽ തുന്നിച്ചേർക്കുന്ന മെഡലോ സ്റ്റാറോ ഒന്നുമല്ല. ഒരവഹിത സന്ധിയുടെ അപ്പനാണെന്നുള്ള ദുഷ്പേരാണോ സ്റ്റാൻലി? സ്റ്റാൻലി അസ്വസ്ഥനായിട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേക്കുന്നുണ്ട്. റീത്താമ്മേ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്നുള്ളത് ശരിയാ. അത് പരാജയപ്പെട്ടു പോയി. ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഏറ്റെടുത്തു. അതെന്റെ കടമയാണെന്ന് തോന്നി. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ സ്റ്റാൻലി? സ്റ്റാൻലിയുടെ മക്കൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന സംഗതിയാണോ? സ്റ്റാൻലിയുടെ മക്കൾക്ക്
റീതാമേ, ഏകദേശം 24 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അന്ന് എൽസമ്മേന്റെ ഭാര്യയായിരുന്നില്ല, എനിക്ക് മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരോട് ആലോചിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല സ്റ്റാൻലി ഇന്നേവരെ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഒരു കാര്യം സ്റ്റാൻലി മനസ്സിലാക്കിക്കോ, എൽസമ്മയും അവളുടെ മക്കളും ആരോരുമില്ലാത്തവളല്ല. പുളിക്കൽ തറവാട്ടിൽ എന്തിനും പോന്ന ആണുങ്ങളുണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നും രണ്ടും അല്ല, 4 ആങ്ങളമാരുണ്ട്, ചോദിക്കാനും പറയാനും. അത് പോരെങ്കിലേ ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, പള്ളിയും പാതിരിയുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ വിടല്ലേ സ്റ്റാൻലി. റീതാമ്മയ്ക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോ, പക്ഷെ അതിനു മുമ്പ് ഒന്ന് ചിന്തിച്ചേക്കണം. കഴിഞ്ഞ 24 വർഷം കണ്ട് കുളത്തപ്പുഴ ടൗണിലെ പാടത്തിനടിയിൽ കൂടി ഒഴുകിപ്പോയ വെള്ളം മുഴുവൻ തിരികെ കൊണ്ടുവരാൻ റീതാമ്മയ്ക്ക് പറ്റുമോ? മീൻമുട്ടിയാൽ തലകുത്തനെ തിരിച്ചു പിടിച്ചാൻ പറ്റുമോ? ഇല്ല. 24 വർഷം മുമ്പ് ജനിച്ച കുഞ്ഞിനെ തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിക്കാൻ പറ്റുമോ? ഇവളുടെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് സ്റ്റാൻലിയുടെ പേര് ഒട്ടിക്കളയാൻ പറ്റുമോ? അത് സ്റ്റാൻലിയുടെ ന്യായം. പക്ഷെ നീതിമാന്മാരെ നോക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷത്തായിരിക്കും യഥാർത്ഥ ന്യായം. ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ തന്നെ അവൾ അവകാശവാദം ഉന്നയിക്കാതെ അത് അംഗീകരിക്കേണ്ട ആവശ്യം സ്റ്റാൻലിക്കില്ല. അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാക്കി വെച്ച അപമാനത്തിന് സ്റ്റാൻലി കണക്ക് പറയേണ്ടി വരും. പറയാനുള്ളത് കഴിഞ്ഞെങ്കിൽ റീതാമ്മയ്ക്ക് പോകാം. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടൽക്കടയിൽ തിരുകി. പോകിയ, പക്ഷെ ഇനിയും വരും. റീതാമ്മയുടെ സ്വരം കനത്തു. അവൾ ഡാനിയമ്മളുടെ കൈക്ക് പിടിച്ചു. വാ മോളെ, ഇങ്ങനൊരു പപ്പയുടെ മോളോട് ജനിക്കേണ്ടി വന്നതാ നിന്റെയൊക്കെ ശാപം. റീതാമ്മ ഇനി ഇവിടെ നിന്ന് അക്ഷരം പോലും സംസാരിക്കരുത്. റീതാമ്മ വാതിൽ നേർക്ക് നടന്നു. ഡാനി 2 ചുവട് നടന്ന് തിരിഞ്ഞു നിന്നു. റീതാമ്മ ആന്റി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം പപ്പ, അതാണ് സത്യമെന്ന്. നീ എന്നോട് സംസാരിക്കാറായിട്ടില്ല, പോയിക്കോ വെളിയിൽ. സ്റ്റാൻലി വാതിൽ നേർക്ക് വിരൽ ചൂണ്ടി. ഡാനി റീതാമ്മയുടെ പിന്നാലെ വാതിൽ കടന്നു പോയി. ഇടനാഴിൽ ആന്റപ്പനെ കണ്ട് റീതാമ്മ ചോദിച്ചു, എനിക്ക് അവളെ ഒന്ന് കണ്ടിട്ട് പോണം. ഏതാ ആന്റപ്പ? അവളുടെ മുറി. അവളെന്ന് ആന്റപ്പൻ ശബ്ദിച്ചില്ല, പക്ഷെ മുറി ചൂണ്ടി കാട്ടിക്കൊടുത്തു. അലിനെ കുളി കഴിഞ്ഞ് വേഷം മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നനച്ചു പിഴിഞ്ഞ വസ്ത്രങ്ങൾ അവൾ കൈത്തണ്ടയിട്ടിരുന്നു. വാതിൽ തുറന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വാതിൽ തള്ളി തുറക്കപ്പെട്ടു. മധ്യവയസ്കയായ ഒരു സ്ത്രീയും പിന്നിൽ ജീൻസും ടീഷർട്ടും ധരിച്ച പെൺകുട്ടിയും. അവളുടെ മുഖം കണ്ട് അലിനയ്ക്ക് കൗതുകമായി. തന്റെ മുഖച്ചായയുടെ വിധുവൊരു സാദൃശ്യമുള്ള മുഖം. റീതാമ്മ അലിനെ അടിമുടി നോക്കി. ആദ്യം ഒരു അന്താളിപ്പാണ് അവൾക്ക് തോന്നിയത്. സ്റ്റാൻലിയുടെ അമ്മേനെ റീതാമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇനി സംശയത്തിന് അടിസ്ഥാനമില്ലെന്ന് റീതാമ്മയ്ക്ക് മനസ്സിലായി. എന്താ നിന്റെ പേര്? റീതാമ്മ അധികാരസ്വരത്തിൽ ചോദിച്ചു. ആലിന പേര് പറഞ്ഞു. സ്റ്റാൻലിയുടെ പേരുള്ള സ്വത്തുക്കൾ മോഹിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേടി. പക്ഷേ നീ ഒന്ന് ഓർത്തോ, 90 ദിവസം നീ ഇവിടെ തികക്കില്ല. റീതാമ്മ പറഞ്ഞൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലെന്നും കൂടി മനസ്സിലാക്കിക്കോ. ആരാണെന്ന് മനസ്സിലായില്ല? അലിന അമ്പരപ്പിൽ ചോദിച്ചു. മനസ്സിലാക്കി തരാം, അധികം വൈകാതെ തന്നെ. റീതാമ്മ തിരിഞ്ഞു കടന്നു. പിന്നാടെ ഡാനിയും. അലിന സിറ്റൗട്ടിലേക്ക് വന്നപ്പോഴേക്ക് റീതാമ്മയും ഡാനിയും കാറിൽ കയറി കഴിഞ്ഞു. റീതാമ്മയാണ് ഡ്രൈവിംഗ് സീറ്റില്. അലിന നിൽക്കുന്നിടത്തേക്ക് റീതാമ്മ തറപ്പിച്ചു നോക്കി. എന്നിട്ട് കാർ സ്റ്റാർട്ടാക്കി. എൻജിൻ നല്ലപോലെ ഇരിപ്പിച്ച ശേഷം മുട്ടത്തിട്ട് തിരിച്ചു റോഡിലേക്കുള്ള പാതയിലൂടെ ഓടിച്ചുപോയി. ആരാണത്? അലിനയ്ക്ക് മനസ്സിലായില്ല. പപ്പയുടെ ഭാര്യയാണോ? മറ്റേ പെൺകുട്ടിയോ? അവൾ സംശയിച്ചു നിൽക്കുമ്പോൾ ആന്റപ്പൻ സിറ്റൗട്ടിലേക്ക് വന്നു. ആരൊക്കെ ആന്റപ്പൻ ചേട്ടാ വന്നിട്ട് പോയത്? അലിന തിരക്കി. അത് റീതാമ്മയും ഡാനിയെ കൊച്ചും. ആരാ റീതാമ്മ? മുതലാളിയുടെ വൈഫിന്റെ ചേച്ചിയാ. മറ്റേ പെൺകുട്ടിയോ? അത് കേണൽ സാവിന്റെ മകൾ ഡാനിയമോൾ. അലീനയ്ക്ക് ഇച്ഛാഭംഗമായി. ആ കുട്ടിയെ ശരിക്കും കണ്ടുപോലുമില്ല. വിളിച്ച് അടുത്ത് നിർത്തി കാണേണ്ടതായിരുന്നു. അവളോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ടതായിരുന്നു. താനവരുടെ ശത്രുവല്ലെന്നും തന്നോട് സംസാരിക്കണമായിരുന്നൊക്കെ പറയണം. തന്നെ ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹമില്ലെന്നും അവരോട് പറയേണ്ടതായിരുന്നു. തന്റെ പപ്പയുടെ മകൾ തനിക്ക് അനുജത്തിയാണ്. എനിക്കൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലല്ലോ ആന്റപ്പൻ ചേട്ടാ. അലിനെ പരാതിപ്പെട്ടു. അത് നന്നായി എന്റെ കുഞ്ഞെ, അതിനോടൊന്നും മിണ്ടാതിരിക്കുന്ന നല്ലത്. മനുഷ്യജീവികളോടെല്ലാം വെറുപ്പാണെന്ന് തോന്നും അതിന്റെയൊക്കെ വർത്തമാനം കേട്ടാൽ. കേണൽ സാവിന്റെ അടുത്ത് മാത്രം ഒന്നും ചെലവാകത്തില്ല. കണ്ടിട്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. കാണുന്ന പോലെയല്ല, പിന്നെ എങ്ങനെയാ? ആന്റപ്പൻ മിണ്ടിയില്ല. അതുകൊണ്ട് ആന്റപ്പൻ ചേട്ടാ കേണൽ സാവിന്റെ വൈഫിന്റെ ചേച്ചി വന്നത്. അതെന്തുകൊണ്ടാ ആന്റപ്പൻ ചേട്ടാ കേണൽ സാബിന്റെ വൈഫിന്റെ ചേച്ചി വന്നത്? എന്തുകൊണ്ടാ വൈഫ് നേരിട്ട് വരാത്തത്? സാധാരണ അങ്ങനെയല്ലേ പതിവ്. എന്റെ കുഞ്ഞെ, എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് ചോദിക്കല്ലേ, കേണൽ സാബിനോട് ചോദിച്ചാൽ മതി. ആന്റപ്പൻ ചേട്ടന്റെ വാതിറക്കാൻ പേടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? ഹല്ല ചിരിക്കുന്നുണ്ടേ. കേണൽ സാബിന്റെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്നേ.
മാറട്ടെ. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഒരല്പം മാറ്റം ഉണ്ടാകുന്ന നല്ലതാണ്. കുഞ്ഞിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. പൗലോസുമായിട്ടുള്ള പ്രശ്നം തന്നെ കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. ഞാൻ കേരളിന്റെ മോളായത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിച്ചത്. വേറെ വല്ലവർക്കും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. മകളാണോ ഭാര്യയാണോ എന്നൊന്നും കേരള സഭ നോക്കില്ല. ചുരുക്കത്തിൽ എനിക്ക് അറിയിട്ടാൻ വരെ സാധ്യത ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. റീത്താമ്മ ഫോം വിളിച്ചറിയിച്ചതനുസരിച്ച് സഹോദരന്മാർ 3 പേർ വന്നു ചേർന്ന് കഴിഞ്ഞു. ഏലിയ, സ്റ്റീഫൻ, അച്ചൻകുഞ്ഞ് എന്നിവർ. ഇനി സേവിച്ചും കൂടി വരാനുണ്ട്. അയാൾ ഉടനെത്തും. എൽസമ്മയുടെ വീട്ടിലാണ് എല്ലാവരും സംഘം ചേർന്നിരിക്കുന്നത്. റീത്താമ്മ ഇതിനകം താൻ കുളത്തപ്പുഴ പോയി സ്റ്റാൻലിയെ കണ്ടതിന്റെ ദൃക്സാക്ഷി വിവരണം നടത്തി കഴിഞ്ഞു. റീത്താമ്മയുടെയും മക്കളും എൽസമ്മയുടെ മക്കളും കുടുംബസഭയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്തേക്ക് വന്നു. സേവിച്ചൻ അതിൽ നിന്നിറങ്ങി. ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം അയാൾ വീടിനുള്ളിലേക്ക് കയറി വന്നു. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾക്ക് വന്നിട്ട് എത്ര നേരമായി? ഏലിയ സേവിച്ചനെ ശാസിച്ചു. എനിക്ക് നിങ്ങളെപ്പോലെ കാറും ജീപ്പോ ഹെലികോപ്റ്ററൊന്നും ഇല്ല. വിളിച്ചുടനെ പറഞ്ഞിങ്ങ് വരാൻ സേവിച്ചൻ അല്പം കൊള്ളിച്ചനെ പറഞ്ഞു. നിന്റെ ഹെലികോപ്റ്റർ അവിടെ പോയി. ഞങ്ങൾക്ക് തന്ന പോലെ തന്നെ അപ്പച്ചൻ നിനക്കും ഒരെണ്ണം മേടിച്ചു തന്നിരുന്നല്ലേ? സ്റ്റീഫൻ പരിഹസിച്ചു. അത് അപ്പച്ചൻ പോയപ്പോൾ കൊണ്ടുപോയി. സ്വർഗത്തിലോട്ട് എത്താൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. സേവിച്ചൻ തിരിച്ചടിച്ചു. ഞങ്ങൾക്ക് തന്നെപ്പോലെ തുല്യമായ ഒരു ഓഹരി നിനക്ക് തന്നിരുന്നല്ലേ എന്നാണ് സ്റ്റീഫൻ ചോദിച്ചതിന്റെ അർത്ഥം. അവരുടെ അപ്പൻ ദീർഘകാല രോഗശൈലി മരുന്നും ചികിത്സയുമായി കിടന്ന ശേഷമാണ് മരിച്ചത്. അപ്പനെ നോക്കേണ്ട ചുമതല സേവിച്ചനായിരുന്നു. കിട്ടിയത് മുഴുവൻ അപ്പനെ ചികിത്സ ചെലവാക്കിയെന്നാണ് സേവിച്ചന്റെ മറുപടി. നീ വന്ന കാലത്തിന് നിൽക്കാതെ ഇരിക്ക്, അച്ഛൻ നിർദ്ദേശിച്ചു. എൽസമ്മ ചേച്ചി എവിടെ? സേവിച്ചൻ റീതാമ്മയെ നോക്കി. ചെങ്ങന്നൂരിൽ ഒരു ബൈബിൾ കൺവെൻഷൻ ധ്യാനോ അങ്ങോട്ട് പോയിരിക്കുക. റീതാമ്മ വെളിപ്പെടുത്തി. എത്ര ദിവസമായി? 3. 2 ആഴ്ച മുമ്പല്ലേ ഒരെണ്ണം കഴിഞ്ഞത്? സേവിച്ചൻ ചോദിച്ചു. അവൾക്ക് അത് തന്നെയല്ലേ ജ്വരം? അച്ഛൻ കുഞ്ഞു പറഞ്ഞു. നാട്ടിൽ എവിടൊക്കെ കരിസ്മാറ്റിക് ധ്യാനം നടക്കുന്നുണ്ടെന്ന് അവളോട് ചോദിച്ചാൽ മതി. കാണാപ്പാടല്ലേ. ഈ പിള്ളേരെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നാടിനുള്ള ധ്യാനവും പ്രാർത്ഥനയുമായിട്ട് നടക്കരുതെന്ന് റീതാമ്മ ചേച്ചിക്ക് ഒന്ന് പറഞ്ഞൂടെ? സേവിച്ചൻ ദേഷ്യത്തിൽ പറയാണ്. പറയാഞ്ഞിട്ടാണോ? അവളുടെ ഒരു ചെവിയും കൂടെ കയറി മറ്റേ ചെവി കൂടെ എല്ലാം ഇറങ്ങിപ്പോവും. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതല്ലേ ഉള്ളൂ അവൾക്ക് ജീവിതത്തിലൊരു ആശ്വാസം. റീതാമ്മ അനുജിത്തെ ന്യായീകരിക്കാണ്. എന്തിനാണ് അത്യാവശ്യമായിട്ട് വിളിച്ചെന്ന് പറ. എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി നടക്കുന്നു. നിങ്ങളെപ്പോലെ എനിക്ക് മതി ബാക്കി പറയണ്ട. സ്റ്റീഫൻ കഴിഞ്ഞിട്ട് വിലക്കാണ്. സ്റ്റാലിൽ ഒരു പെണ്ണിനെ അവിടെ കൊണ്ടും താമസിപ്പിച്ചിട്ടുണ്ട്. കൊളത്തപ്പുഴയിൽ അവന്റെ ബംഗ്ലാവില്. റീതാമ്മ സ്നേഹിച്ചനോട് പറഞ്ഞു. പെണ്ണോ? ഏത് പെണ്ണ്? എന്തിന്? റീതാമ്മ താൻ അറിഞ്ഞതും കേട്ടതുമെല്ലാം പൊങ്ങലും പൊടിപ്പും ഒക്കെ വെച്ച് ഒരു വട്ടം കൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. അതോടെ എല്ലാവർക്കും മുഖത്ത് വളരെ ഗൗരവമായി. തെമ്മാടത്തിലല്ലേ അവൻ കാണിക്കുന്നത്? ചോദിക്കാനും പറയാനും ആളിൽ നിന്നുള്ള ഹുങ്കല്ലേ ഇതിന്റെ പിന്നില്? അച്ഛൻ കുഞ്ഞ് രോഷം പൂണ്ടു. അയാളാണ് കൂട്ടത്തിൽ മൂത്തയാൾ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചിക്കേണ്ടത്. ഇവിടെ വട്ടം കൂടി നിന്ന് സ്റ്റാൻഡിലെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. സ്റ്റീഫൻ പറഞ്ഞു. നമ്മൾ എല്ലാവർക്കും കൂടി ഒന്ന് ചുവടെ ചെല്ലണം. അവനെ വിളിച്ച് ഇതിവിടെ നടപ്പില്ലെന്ന് തറപ്പിച്ച് പറയണം. അതുകൊണ്ട് എന്താ ഫലം? റീതാമ്മ തർക്കിച്ചു. അവിടെ ചെന്നാ അവന്റെ മുമ്പിൽ പഞ്ചവച്ചോടൊക്കെ നിന്ന് വേണം സംസാരിക്കാൻ. ദേഷ്യമെന്ന് നമ്മൾ വല്ലതൊക്കെ പറഞ്ഞു പോകും. കടക്ക് പുറത്തൊന്നും പറഞ്ഞ് അവനോട് മിറക്കിയും വിടും. ഇത്രയും കാലത്തിനിടയിൽ അവന്റെ നേരെ നിന്ന് 4 വർത്തനം പറഞ്ഞ ചുണ ഈ 4 ആംഗ്ലമാർക്കും ഇല്ലല്ലോ. റീതാമ്മ ചേച്ചി ചുമ്മാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ? മൈക്കൽ പറഞ്ഞു. കൊല്ലാനും തിന്നാൻ മടിക്കാത്ത പട്ടികൾ എത്ര എണ്ണം അവിടെ. സ്റ്റാലിൽ എന്ന് വിരലിനൊടിച്ചാൽ മതി. പണ്ട് അച്ചൻകുഞ്ഞേട്ടൻ്റെ സേവിച്ചായനും കൂടി ചെന്ന് ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അനുഭവം അറിയാമല്ലോ. റിവോൾവർ എടുത്ത് ചങ്ങണ നേർക്ക് ചൂണ്ടിപ്പിടിച്ച് 10 മിനിറ്റ് നേരമാണ് നിർത്തിയത്. ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ. അച്ചൻകുഞ്ഞേട്ടനും പേടിച്ച വേടിക്ക് 2 ആഴ്ച പനിച്ചു കിടന്നു. റിവോൾവറൊക്കെ ഞാൻ നോക്കിയാലും ഉണ്ടാകും. പക്ഷേ എടുത്താൽ പിന്നെ കൊന്നിട്ട് തിരിച്ചു പോരൂ. സ്റ്റീഫൻ ഉൾപ്പകയോടെ പറഞ്ഞു. ആദ്യം നമ്മൾ എല്ലാവരും കൂടി ചെന്ന് അവനോട് സംസാരിക്കണം. അച്ഛനും അഭിപ്രായപ്പെട്ടു. കാണിക്കുന്ന തെണ്ടിത്തരമാണെന്ന് മാന്യമായ ഭാഷയിൽ സ്റ്റാലിനോട് പറയണം. ഒരു കാരണവശാലും നമ്മളത് സമ്മതിച്ച് കൊടുക്കില്ലെന്ന് ബോധ്യപ്പെടുത്തണം. അത് അവന്റെ മകള് തന്നെയാണോ? എവിടുന്ന് കിട്ടി? റീതാമ്മ ചേച്ചി ചോദിച്ചില്ലേ? സ്റ്റീഫൻ തിരക്കി. പിന്നെ ഞാൻ ചോദിക്കാതെ പോയോ? 24 കൊല്ലം മുമ്പ് അവനേതോ പെണ്ണുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത്രേ. കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് പറയാൻ അവനൊരു നാണോ ഇല്ലെന്നേ ഉള്ളൂ. അതാ അതിശയം. ഈയിടെയാണത്രേ അറിഞ്ഞത് അതിലുണ്ടായൊരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് കേട്ടോണ്ട് തന്നെ അവൻ ചെന്ന് അതിനെ അങ്ങ് ദത്തെടുത്തു. റീതാമ്മ വിശദീകരിച്ചു. ഇത് ഒരെണ്ണേ ഉള്ളോ അതോ വേറെയുണ്ടോ? സേവിച്ചൻ ചോദിച്ചു. ആർക്കറിയാം എവിടെയൊക്കെ ഉണ്ടെന്ന്. ഇനി പുറകിന് വരുന്നുണ്ടായിരിക്കും. ഓരോന്നോരോന്ന് ജാഥ പോലെ. ഇത്ര നാളും ഈ പെണ്ണ് എവിടെയായിരുന്നു? വെട്ടുതള്ളി ഉയർത്തി കാണാമല്ലോ. അതെവിടെ പോയി? ആ പെണ്ണ് അനാഥാലയത്തിലായിരുന്ന ബൈജു ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത്. പ്രസവിച്ചുള്ള വഴിയരികിലും വലിച്ചെറിഞ്ഞിട്ട് പോയതായിരിക്കും. അല്ലെങ്കിൽ അനാഥാലയത്തിൽ വരികയില്ലല്ലോ. ബൈജു പറഞ്ഞത് കേൾക്കണം.
സ്റ്റാൻലി അവളെ വലിയ രാജകുമാരിയെ പോലെയാ അവിടെ കൊണ്ടുവന്ന് വാഴിച്ചിരിക്കുന്നെന്ന്. അവൾക്ക് കിടക്കാനുള്ള മുറിയൊക്കെ അലങ്കരിക്കാൻ മാത്രം ഏകദേശം 2 ലക്ഷം രൂപ എടുത്തു. ഏകദേശം 5-6 ലക്ഷം രൂപ എടുത്തു എന്നാ പറഞ്ഞത്. പുത്തനൊരു കാറും മേടിച്ചു കൊടുത്തു. വേറെ 3 മക്കളുണ്ടല്ലോ ഇവിടെ. കാറൊന്നും വേണ്ട, ഒരു ജോലി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ദുഷ്ടൻ? റീത്താമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ടേ. പുനലൂരെയും വിവരമൊന്നും അറിഞ്ഞില്ലേ? സേവിച്ചും ചോദിച്ചു. അവധക്കുട്ടിച്ചാൻ വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കച്ചുകെട്ടി വന്നതാ. അവൾ ആരാ മോള്? പഞ്ചാര വർത്താനം പറഞ്ഞ് ആ കിളവനെ കയ്യിലെടുത്തു. അവൾ അവിടെ ഭരണം തുടങ്ങിയെന്നാ കേട്ടത്. എന്റെ അപ്പന്റെ സ്വത്താണെന്നും പറഞ്ഞ് അവളടുത്ത ജോലിക്കാരുടെല്ലാം തട്ടിക്കയറിക്കൊണ്ടിരിക്കുക. മരുതൊലിപ്പിക്കാൻ ചെന്ന ഇതും ബൈജു ആ പറഞ്ഞത്. ഇതിങ്ങനെ പോയാൽ അവസാനം അവളുടെ കയ്യിലിരിക്കുമല്ലോ തോട്ടവും ബംഗ്ലാവും. മൈക്കിൾ ആശങ്കപ്പെടുന്നുണ്ട്. സംശയം എന്താ, എൽസമയം പിള്ളേരും വഴിയാധാരമാകും. അതിനു മുമ്പ് വേണ്ടെന്നാ വെച്ചാ നമ്മൾ തന്നെ ആലോചിച്ച് ചെയ്യണം, റീത്തമ്മ പറഞ്ഞു. ആ മൂർഖന്റെ അടുത്തൊരു കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു വഴിയുള്ളത് നമ്മൾ ബന്ധുക്കൾ 10-25 പേർ ചെന്ന് അവനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാ. അച്ഛകുഞ്ഞ് കട്ടിമീശ ഒഴിഞ്ഞുകൊണ്ട് ആലോചനയോടെ പറഞ്ഞു. ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാകുന്ന അവനെ ബോധ്യപ്പെടുത്തണം. പുനലൂര് കാലം കൂടി വിളിക്കണം. കിളവന്റെ കാര്യം പോട്ടെ, അയാളിന് എത്ര കാലമുണ്ട്? ബാക്കിയുള്ളവർക്ക് എന്തായാലും സ്റ്റാലി കാണിക്കുന്ന ചെറ്റത്തരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റില്ലല്ലോ. അയാളൊരു പട്ടണക്കാരനല്ലേ. 25 50 പേരെ കണ്ട പേടിക്കോ? സേവിച്ചൻ സംശയം പ്രകടിപ്പിച്ചു. അത് പണ്ട് അവൻ നമ്മളോട് സമാധാനം പറയിപ്പിക്കണം. പോലീസിൽ അവനെതിരെ പരാതി കൊടുക്കണം. വികാരേച്ചിന്റെ അടുത്ത് ഈ പ്രശ്നം അവതരിപ്പിക്കണം. അതുകൂടാതെ രാഷ്ട്രീയക്കാരെയും അതുപോലെ ഇതിനകത്ത് ഇടപെടുത്തണം. ആരെങ്കിലും പറയോ അവൻ ചെയ്തത് സൽപ്രവൃത്തിയാണെന്ന്? ഞാൻ ആ വശത്തു നിന്നും സമ്മർദ്ദം വരുമ്പോൾ അവൻ അടിതെറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ നാരണം. നമ്മൾ നാറ്റിക്കണം. വലിയ അന്തസ്സ അഭിമാനം പറഞ്ഞവനല്ലേ. അവന്റെ തൊലി ഉരിച്ച് കാണിക്കണം, അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ ശരി തന്നെ, മൈക്കിൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. നമ്മുടെ ഡിമാൻഡ് എന്താണെന്നുകൂടി ആലോചിക്കണ്ടേ? അത് സാലയുടെ സന്തതിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി, അവളെ അവിടുന്ന് മാറ്റുക. അതായത് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഇനി യാതൊരു അവകാശമില്ലെന്നും ഇനിയൊരു സ്വത്തിനും ശല്യത്തിനും വരില്ലെന്നും അവളെ കൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിച്ചിട്ട് പറഞ്ഞയക്കുക, അച്ഛൻ പറഞ്ഞു. അതുമാത്രം പോരാ, റബ്ബർ തോട്ടത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. ഉള്ള സ്വത്ത് 5ആയിട്ട് ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെ മക്കളുടെ പേരിലേക്ക് തീറെഴുതി വെക്കണം. ഇല്ലെങ്കിൽ നാളെ വേറൊരുത്തി മകളാണെന്ന് പറഞ്ഞ് വന്നെങ്കിലോ, അതുമല്ലെങ്കിൽ ഭാര്യയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തി വന്നെങ്കിലോ? ഇനി നമുക്ക് സ്റ്റാൻലിയെ വിശ്വസിക്കാൻ പറ്റില്ല. സ്റ്റാൻലി ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലോ? റീത്താമ്മയുടെ മൈക്കിൾ ചോദിച്ചു. എൽസമ്മയും മക്കളും കൂടി കുളത്തപ്പുഴ ചെന്ന് അവന്റെ ബംഗ്ലാവിലേക്ക് തിരിയുന്ന റോഡിലൊരു പന്തലിട്ട് സത്യാഗ്രഹം ഇരിക്കണം, റീത്തമ്മ വീറോടെ പറഞ്ഞു. നമ്മളാദ്യം ചെല്ലുമ്പോൾ തന്നെ വികാരിച്ച രാഷ്ട്രീയക്കാരെയും അവന്റെ ക്ലബിന്റെ ആൾക്കാരെയും പുനലൂരെ അവന്റെ സ്വന്തക്കാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് പോകണം ചെല്ലാൻ. ഒറ്റ ദിവസം കൊണ്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. വെറുതെ വെച്ച് നീട്ടിയ ചതഞ്ഞ മട്ട ആയി പോകും, ഏലിയാസ് നിർദ്ദേശിച്ചു. ഔദക്കുട്ടി സ്റ്റാലിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അലീന നടന്ന സംഭവങ്ങളെല്ലാം ഔദക്കുട്ടിയോട് പറയുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, പപ്പയും പപ്പയുടെ കുടുംബാംഗങ്ങളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വല്യപ്പച്ചന് വലുത് അറിയോ? എനിക്കൊന്നും അറിയത്തില്ല. പപ്പയുടെ ഭാര്യ എന്താ ഇങ്ങോട്ട് വരാത്തെ? അവൾ ഭയങ്കര ഭക്തിക്കാരിയാ, എപ്പോഴും ധ്യാനം പ്രാർത്ഥനയുമായിട്ട് നടക്കും. ഈ ആഴ്ച തിരുവല്ലയിലാണെങ്കിൽ അടുത്ത ആഴ്ച ഭരണങ്ങാനത്ത്, അതിൻ്റെ അടുത്ത ആഴ്ച. അപ്പോൾ കുട്ടികളുടെ കാര്യം ആര് നോക്കും? അതിന് റീത്താമ്മയുണ്ടല്ലോ. അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർ 2 കൂട്ടരും അടുത്തടുത്ത താമസം. ഒറ്റ വളപ്പിലാ 2 വീടും. 2നും കൂടി ഒരു മതിലും ഗേറ്റും ഒരെണ്ണേ ഉള്ളൂ. പപ്പയുടെ വൈഫിന്റെ പേരെന്താ? എൽസമ്മ. അവരെന്താ അവിടെ പോയി താമസിക്കുന്നേ? ഇവിടെയല്ലേ താമസിക്കേണ്ടത്? റീത്താമ്മയുടെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് എൽസമ്മയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ അവൾ അവിടെ താമസം തുടങ്ങിയത്. ലാലിച്ചൻ അക്കാലത്ത് മിലിറ്ററിയിലാ. എൽസമ്മയുടെ കുടുംബക്കാരെല്ലാം അഞ്ചലിൽ തന്നെ താമസം. അവിടെ വീട് വെച്ച് താമസിച്ച സ്വന്തക്കാരുടെ നോട്ടം സഹായം കിട്ടുമല്ലോ എന്ന് എല്ലാവരും കരുതി. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നോക്കി. മിലിറ്ററിയിലായിരുന്ന പുപ്പായിക്ക് ക്വാർട്ടേഴ്സ് കിട്ടില്ലായിരുന്നോ കുടുംബസമേതം താമസിക്കാൻ? ആദ്യകാലത്ത് അവൻ എൽസമ്മയെ കൊണ്ടുപോയതാ. മൂത്തോള് സ്കൂളിൽ പഠിക്കാറായപ്പോൾ അവൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെയാ പഠിപ്പിക്കാൻ സൗകര്യമെന്ന് പറഞ്ഞത്. അത് മാത്രമാണോ കാരണം? ആർക്കറിയാം. ലാലിച്ചനും എൽസമ്മയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എൽസമ്മയ്ക്ക് റീത്തമ്മ പറഞ്ഞതായിരുന്നു മുദ്രാവാക്യം. അവളുടെ സ്വഭാവം എങ്ങനെയാ? പപ്പയുമായിട്ട് വഴക്കായിരുന്നോ? എപ്പോഴും വഴക്കൊന്നുമില്ല. എന്നാലും അവളുടെ വീട്ടുകാരുടെ സഹായം പിന്തുണയും മതി അവൾക്ക്. അവളുടെ പരാതിയും പരിഭവവും എല്ലാം സ്വന്തം വീട്ടുകാരോടാ പറയുന്നേ. അവൾക്കാണെങ്കിൽ ലാലിച്ചനെ തീരെ പിടുത്തമില്ല. മക്കൾക്കെല്ലാം എൽസമ്മയുടെ കൂടെ ആയിരുന്നോ? അതുകൊണ്ട് അവരും സ്വന്തം അപ്പനേക്കാൾ വലുത് എൽസമ്മയുടെ വീട്ടുകാരാ. അതെങ്ങനെയായി പോയി?
ഈ റീത്തമ്മ ചേച്ചിക്ക് ഭർത്താവ് മക്കളും ഇല്ലേ? റീത്തമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി, മക്കളുണ്ട്. പപ്പ എന്തുകൊണ്ടാ അഞ്ജലി വീട്ടിൽ പോയി താമസിക്കാത്തത്? അവന് തോട്ടം നോക്കണ്ടേ? മാത്രമല്ല അവൻ എൽസമ്മയുടെ വീട്ടുകാരായിട്ട് ഒട്ടും പുറത്തുപെടാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ പപ്പ എന്തുകൊണ്ടാ ഭാര്യയും മക്കളെയും അഞ്ജലിലോ പൊന്നലൂരോ പോയി ഇങ്ങോട്ട് താമസിപ്പിക്കാത്തത്? കുട്ടികൾക്ക് ഇവിടുന്ന് അഞ്ചലിലോ പുനലൂരോ പോയി പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ബോർഡിങ്ങിൽ താമസിപ്പിച്ച് പഠിപ്പിച്ചൂടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ താമസിക്കാൻ എൽസമ്മയ്ക്കും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അവർക്ക് പുളിക്കൽ തറവാട്ടുകാരുടെ കൂറ്. ലാലിച്ചൻ അത് ഒട്ടും വകവെച്ച് കൊടുക്കില്ല. പപ്പ പറഞ്ഞാൽ അവർ അനുസരിക്കില്ലേ? അങ്ങനെ അനുസരിപ്പിച്ചിട്ട് എന്താ കാര്യം? ഉള്ളുകൊണ്ട് ഒരടുപ്പം വേണ്ടേ? അതില്ലല്ലോ. അവർക്ക് സ്വന്തം വീട്ടുകാരോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അവൻ കരുതി. ആ ബന്ധമൊക്കെ അങ്ങനെ തണുത്ത് മരവിച്ചു പോയി. ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പപ്പായ്ക്ക് ആ മക്കളോടൊന്നും സ്നേഹമില്ലേ? അവന്റെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ മോളെ? ഇങ്ങനെ അവൻ സ്നേഹിക്കുന്നേ. വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കും, പഠിപ്പിക്കും, അവർക്ക് ആവശ്യമുള്ള പൈസയും കൊടുക്കും. അവർ അത് എങ്ങനെ ചെലവാക്കുന്നു എന്ന് പോലെ അവൻ നോക്കില്ല. ഇങ്ങോട്ട് ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ടും ഉള്ളൂ. എൽസമ്മയും റീത്താമ്മയും അവരുടെ ചാർച്ചക്കാരും എല്ലാം ചേർന്ന് ആ കുട്ടികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ലാലിച്ചൊരു ദുഷ്ടനും ക്രൂരനും സ്നേഹമില്ലാത്തവനൊക്കെ ആണെന്നാ. ഇനിയാവൊന്നും ആര് നോക്കിയാലും തീർത്താനും പറ്റില്ല. ആ കുട്ടികൾ എങ്ങനെയുണ്ടോ വല്യപ്പച്ച? മിടുക്കരാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ വീട്ടുകാരുടെ കൂറ്. മൂത്തോൾ കോളേജിലാ, രണ്ടാമത്തോൾ സ്കൂളിൽ. അവക്കെന്തോ കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എന്തോ മാനസികമാ, പഠിക്കാനും പുറകോട്ടാ. ചിലപ്പോൾ ആരോടും ഒന്നും മിണ്ടത്തില്ല. ചില സമയത്ത് ചിരിയും കളിയും കൂടുതലാ. അതിനെന്തോ ചികിത്സയൊക്കെ എഴുതാമ ചെയ്യുന്നുണ്ടെന്നാ കേട്ടത്. പിന്നുള്ളതൊരു മോനാ, അവനും പഠിക്കാ. രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താ? ടെൽസ. പപ്പായയ്ക്ക് ആ കുട്ടിയെ ചികിത്സിക്കുന്നതിനൊന്നും താല്പര്യമില്ലേ? സ്വന്തം മോളല്ലേ എന്നെ പോലെ? ഉള്ളത് പറയല്ലേ മോളെ. ഭാര്യയും മക്കളുമെല്ലാം അവന്റെ പിടിവിട്ടു പോയി. വടവളി നടത്താനൊന്നും അവന് താല്പര്യമില്ല. പിടിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ട് വിട്ടേക്കും, അത്ര തന്നെ. ഭാര്യയും മക്കളും വേണോ അതോ മനസ്സമാധാനം വേണമെന്നൊരവസ്ഥ വന്നപ്പോൾ അവൻ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. മനുഷ്യന് മനസ്സമാധാനമല്ലേ വലുത്? എന്നാലും മറുവശത്ത് സ്വന്തം മക്കളല്ലേ വല്യപ്പച്ച? മക്കളായാലും മരങ്ങളായാലും ഒരു വശത്തോട് ചാഞ്ഞു വളർന്നു പോയാൽ പിന്നെ പിടിച്ച് നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഇങ്ങനെ 2 സ്ഥലത്തായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലാലിച്ചൻ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ് പോന്നേ പിന്നെ ഇവിടെ തന്നെയാ. ഇവിടെയും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പപ്പായ്ക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അവൻ നോക്കുമ്പോൾ തമ്മിൽ ഭേദം ഇതായിരിക്കും. ഇങ്ങനെയാണോ വല്യപ്പച്ച ഒരാൾ ജീവിക്കേണ്ടത്? എപ്പോഴും കള്ളും കുടിച്ചും ചുരുട്ടും വലിച്ച് ഏറെ പട്ടികളും ഒക്കെ ആയിട്ട്. അവറ്റകൾ തിരിഞ്ഞു നിന്നാ കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യത്തില്ലെന്നാ അവൻ പറയുന്നേ. ഒരു കണക്കിന് ശരിയല്ലേ? നിങ്ങൾ എല്ലാരും കൂടി നോക്കിയാ ഇന്ന് പരിഹരിക്കാൻ പറ്റില്ലായിരുന്നോ? വല്യപ്പച്ചൻ ഇത്രയും കാര്യമുള്ള ആളല്ലേ എന്ന് ചോദിക്കാണ്. ലാലിച്ചന്റെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്നാണ് അവന്റെ കൽപ്പന. ആരെങ്കിലും ഉപദേശിക്കാൻ ചെല്ലുന്നത് അവൻ ഇഷ്ടമില്ല. റീത്താമ്മ അവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. എനിക്കും അവർ ഇഷ്ടപ്പെട്ടില്ല. അവർ തന്നെ പപ്പയുടെ ഭാര്യയെ പിടിച്ചു വെച്ചിരിക്കുന്നേ. അനുജത്തിയും ഭർത്താവും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, അവരെ വേർപിരിക്കാൻ കൂട്ടു നിൽക്കുന്നത് ശരിയാണോ അപ്പച്ച എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. വൈകിട്ട് 4 മണി കഴിഞ്ഞിട്ടോ. വാഹനങ്ങളുടെ സൗണ്ട് കേട്ട് അവധുക്കുട്ടിച്ചായൻ ജനൽക്കടൻ വകഞ്ഞു നോക്കി. ആരാ വല്യപ്പച്ച? അലീന ചോദിച്ചു. കാണണമെങ്കിൽ ഇങ്ങോട്ട് വാ, അവധുക്കുട്ടി വിളിച്ചു. അലീന നോക്കിയപ്പോ കുറെ കാറ്, കുറെ ജീപ്പ്, ബൈക്ക് എല്ലാം വന്ന് മിട്ടത്ത് നിരനിരട്ട് നിൽക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാലിനും അഞ്ജലി വികാരച്ചനും കൂടി ഇറങ്ങി. എല്ലാരും ഉണ്ടല്ലോ, എൽസമ്മയും ആങ്ങളമാരും രാഷ്ട്രീയക്കാരും എല്ലാരും. ഏതാ വല്യപ്പച്ച എൽസമ്മ? അലീന ആകാംക്ഷയോട് ചോദിക്കാണ് കേട്ടോ. തൽക്കാലം നീ മുറിന്ന് പുറത്തിറങ്ങണ്ട, ദാ ആ കാണാതാ എന്ന് പറഞ്ഞ് എൽസമ്മനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവധുക്കുട്ടിച്ചായൻ മുറിയടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അലീന അവിടെ തന്നെ നോക്കി നിൽക്കാണ് കേട്ടോ. അവള് തിരിഞ്ഞു നോക്കുമ്പോൾ ക്രീം നിറത്തുള്ള സാരി എടുത്തൊരു മധ്യവയസ്ക മുറിയിലേക്ക് കയറിയിരുന്നാണ് അവൾ കണ്ടത്. അലീന ജനൽക്കടുത്തായിട്ടാണെന്ന് അറിയാതെ അവർ അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് മുറിയുടെ മധ്യഭാഗത്തേക്ക് വന്നു. അവളുടെ പിന്നാലെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ഡാനിയെ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായി നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖത്ത് ആഹ്ലാദം വിടർന്നു. മമ്മി, ആ ചേച്ചി ദേ നിൽക്കുന്നു. അവൾ അലീന നിലനിൽക്ക് തിരിഞ്ഞു. ആ എൽസമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിയാണ്. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ എൽസമ്മ. തന്റെ അമ്മയുടെ സ്ഥാനം നിൽക്കുന്ന സ്ത്രീ. മറ്റു 2 പെൺകുട്ടികളും തന്റെ അനുജത്തിമാരാണ്. അലീന സാവധാനം എൽസമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. അവൾ അവരെ നോക്കി മന്ദഹസിച്ചു. എൽസമ്മയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ വേറെ ഏതോ ഒരു ഓർമ്മയിലേക്ക് വഴുതിപ്പോയെന്ന് അലീനയ്ക്ക് തോന്നി. നോക്കുന്നുണ്ടെങ്കിലും അവർ കാണുന്നില്ല. അവരുടെ മുടി പലരിലും നരച്ചിരുന്നു. കണ്ടിടങ്ങളിൽ നിഴലിൽ വീണതുപോലെ ഇരുണ്ട് കിടന്നു.
അങ്ങോട്ടിരിക്കാലോ. അലിന സോഫയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടിരുന്നു. ഞെട്ടിയതുപോലെ എൽസമ്മ വീണ്ടും അലിനെ നോക്കി. എന്നിട്ട് അത് തൻ്റെ അമ്മായിമ്മയെ പോലെ തന്നെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവാൻ കേട്ടോ. ശരിക്കും ഇത് സ്റ്റാലിൻ്റെ മകളാണെന്നുള്ള കാര്യം എൽസമ്മയ്ക്ക് മനസ്സിലായി. ചിന്നമ്മയുടെ അതേ രൂപം, അതുകൊണ്ട് അത് മാത്രമല്ല തൻ്റെ ഡാനിമോളുടെയും അതേ ഷേപ്പുണ്ട്. അങ്ങനെ അവർ നേരെ അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഉറുകിത്തമ്മ വിളിക്കുന്നുണ്ട്, എൽസേ. അപ്പോഴേക്ക് എൽസമ്മ പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നടന്നു പോവാണ്. അലീന അങ്ങനെ മുറിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. ഞങ്ങൾ വന്നറിഞ്ഞിട്ടും മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല, MLA തോമസ് പരുത്തിക്കാടൻ പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാൻലി പറയാണ്, ഞങ്ങൾ സോൾജിയർ ശത്രു സൈന്യത്തെ ഹാർദമായി സ്വീകരിക്കാറില്ല. സ്റ്റാൻലി യാതൊരു ദാക്ഷിണ്യമില്ലെന്ന് പറയാണ്. തോമസ് പരുത്തിക്കാടൻ രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്ന് സാരം. എല്ലാവരും ഇരിക്കണം, സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലിക്ക് പിന്നിൽ 2 നായ്ക്കൾ വട്ടം പിടിച്ച് രംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തോമസ് പരുത്തിക്കാടൻ തന്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗം, അതുപോലെ ഇടവക വികാരി, പ്രസിഡന്റ് എല്ലാവരും ഉണ്ട് കേട്ടോ. പലരെ മുമ്പേ അറിയാമെങ്കിലും സ്റ്റാൻലി പരിചയപ്പെടുത്തലിന് വിധേയമായി നിന്നുകൊടുത്തു. ബാക്കിയുള്ള റീത്താമ്മയുടെയും എൽസമ്മയുടെയും അവരുടെ ബന്ധുജനങ്ങളുമായിരുന്നു. റീത്താമ്മയും എൽസമ്മയും കുട്ടികളും ഒരേ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ടെൽസ് എഴുന്നേറ്റ് പോകാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ഡാനിയെ പിടിച്ചിരുത്തി. അതിനാൽ ടെൽസ് ശബ്ദം താഴ്ത്തി ഡാനിയോട് വഴക്കിടുകയും അവളെ മാതുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയുടെ കുശലാന്വേഷണം നടത്തി. ഇവിടെ എന്ത് വിശേഷം? ഗ്ലോബലിൽ 2 ഇരിപ്പുണ്ട്. റെമി മാർട്ടൻ 1.5 എണ്ണം, ഹെന്നസി 3 എണ്ണം. എല്ലാം സിംഗപ്പൂരിൽ നിന്ന് ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. എയർപോർട്ടിൽ നിന്നും കസ്റ്റംസിൽ നിന്നും ഇപ്പോൾ സാധനം കിട്ടുന്നില്ല, സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. സ്റ്റാൻലി തങ്ങളെ കളിയാക്കുകയാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും തോമസ് ചമ്മലകറ്റാൻ വീണ്ടും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഈ സ്റ്റാൻലി തമാശ പറഞ്ഞാൽ തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല. മിസ്റ്റർ സ്റ്റാൻലി തനിച്ചാണ് ഇവിടെ താമസം? അങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല, എൻ്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ഭാര്യയും മക്കളും കൂടെയുള്ള താമസം. അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്. അവരെന്തുകൊണ്ടാണ് മിസ്റ്റർ സ്റ്റാൻലിയോടൊപ്പം താമസിക്കാത്തത്? അത് അവരോട് ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയുടെ മക്കളും മൊത്തം താമസിപ്പിക്കാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്റെ ഭാര്യയുടെ ബന്ധുക്കൾ നിങ്ങളും തലയിൽ കുത്തി നിറച്ച് കുറെ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങളുടെ മാന്യമായിട്ട് പെരുമാറണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളാരും ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരല്ല. എന്നെ ആക്രമിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് ശരിക്കറിയാം. കാര്യങ്ങൾ സംസാരിക്കണ്ടേ മിസ്റ്റർ സ്റ്റാൻലി? അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവുള്ളൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വ്യക്തമായിരുന്നു. പിന്നീട് ഫാദർ ജെയിംസ് പുത്തഞ്ചേരിയാണ് സംസാരിച്ചത്. സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ച് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന്. അതനുസരിച്ചാണ് ഞങ്ങളുടെ വന്നത്. ഫാദർ, കാര്യം പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. എന്റെ ഭാര്യ കുമ്പസാര കൊണ്ടിരിക്കെ വന്നെന്ന് പെറുപിറുക്കുന്നതോ അച്ഛൻ പള്ളിപ്പടിയിൽ കാണുന്നോ അല്ല യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരിക. ശരി, ഞങ്ങളുടെ വന്നതിനാണെന്ന് വച്ചാൽ സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്നതിനെ അറിഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളും ഉണ്ട്. അതേപ്പറ്റി ചോദിക്കാനും. വെയിറ്റ് 1 മിനിറ്റ്, സ്റ്റാൻലി പരുത്തിക്കാരനെ തടഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഹാൾ വിട്ടിറങ്ങി. വന്നതെന്തിനാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ പെണ്ണെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത്. അച്ഛൻ കുഞ്ഞു മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു. തിരികെ വന്ന സ്റ്റാൻലിയോടൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ട് ഹാളുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു പോയി. സ്റ്റാൻലി അവളെ എല്ലാവർക്കും മുമ്പിൽ കാണത്തക്ക വിധം ചുമനോട് ചേർന്നിരുന്ന് മേശയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. റോസ് നിറത്തിലുള്ള ചുരിദാറണിഞ്ഞ് അലിന ആൾക്കൂട്ടത്തിൽ മുമ്പിൽ പരിഭ്രമത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് ആകെപ്പാടെ പേടിയാണ്. ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഈ നിൽക്കുന്നത് എന്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അലീന തന്റെ മുമ്പിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി. എല്ലാവരുടെയും നോട്ടം തന്നെ നേരെ കാണുന്ന ആൾക്ക് മനസ്സിലായി. ഒരുതരം അധൈര്യവും ജാളിയും ഒക്കെ അവളെ ഗ്രഹിച്ചു. അവൾ സ്റ്റാൻലിയുടെ നേർക്ക് നോക്കിയിട്ട് അല്പം കൂടി ചേർന്ന് നിന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുമ്പ് പൊതുവായ ചില സംശയങ്ങൾക്ക് ചോദിക്കുന്നതിന് മറുപടി പറയാം. എന്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന വിവരം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഇവളൊരു ഓർഫനേജിലാണ് ഇത്രയും കാലം താമസിച്ചത്. 24 വർഷം മുമ്പ് എനിക്ക് ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണിവൾ, സ്റ്റാൻലി പറഞ്ഞു. ഈ കഥയൊന്നും ഇതിനുമുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ ദേഷ്യത്തോടെ ചോദിക്കാണ്. പറയേണ്ട ആവശ്യം വന്നില്ല. എന്തുകൊണ്ട് എൽസമ്മയെ കല്യാണത്തിന് കഴിയുന്നതിന് മുമ്പ് പറഞ്ഞില്ല? അവളെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാന്ന് മാത്രം. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കുട്ടിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു സ്റ്റാൻലി? ഓർക്കാപ്പുറത്ത് അച്ഛൻ കുഞ്ഞിന്റെ നാവിന്ന് വിളഞ്ഞതാണെങ്കിലും അതൊരു കടുത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി.
സ്റ്റാൻലി മറുപടി പറയാൻ വിഷമിച്ചേ തീരൂ. ഞാൻ എന്ത് ചെയ്യണമായിരുന്നോ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കുണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ, സ്റ്റാൻലി പറഞ്ഞു. ഉത്തരം അവരെ ചിന്താകുഴപ്പത്തിലാക്കി. ക്ഷമിക്കുന്നതിന് മുമ്പ് തമ്മിൽ ബന്ധം വേർപെടുത്തുന്നോളം ഈ കുട്ടി മിസ്റ്റർ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? തോമസ് ചോദിച്ചു. എനിക്ക് സംശയമില്ല. സംശയമുള്ളവർ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ പോയിക്കൊള്ളണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന സ്ഥാപനമുണ്ട്, സ്റ്റാൻലി ദേഷ്യത്തോടെ പറഞ്ഞു. ഇത്രയും കാലം ഓർഫനേജിൽ ജീവിച്ചവളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അങ്ങനെ അങ്ങ് വിട്ടാ പോരായിരുന്നോ? എൽസമ്മയുടെ അനിയത്തി ആൻമീറിന്റെ ഭർത്താവ് മൈക്കിൾ ദേഷ്യപ്പെട്ട് ചോദിച്ചു. അപ്പനും അമ്മയും ആരെന്നറിയാതെ ഒരനാഥെപ്പോലെ ജീവിച്ചവളാ എന്റെ മകൾ. അത് അവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെ തെറ്റാണ്. അതിന്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. ഇവളെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്കോ കോൺവെന്റിലേക്കോ മാറ്റി താമസിപ്പിച്ചൂടെ? നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഫാദർ പറഞ്ഞപ്പോ. അതിനല്ല ഞാനത് ഇവളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് എന്റെ മക്കളോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടമാണ്. അവൾ കുറച്ചു കാലമെങ്കിലും സുഖമായി സന്തോഷമായി ജീവിക്കുന്നത് എന്നെ കൺമുമ്പിൽ എനിക്ക് കാണണം. എന്റെ ജീവിതത്തിലെ ഏറെ സന്തോഷമുള്ള ദിവസങ്ങളാണിത്. അതുകൊണ്ട് അവളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ഒരു ഫോർമുലയും ആരും ചിന്തിക്കുകയും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ലെന്ന് സ്റ്റാൻലി പറഞ്ഞു. അലീന നിറകണ്ണുകളോടെ മുഖം ചിരിച്ച് സ്റ്റാൻലിയെ നോക്കി. പപ്പ തന്നെ എന്നെ ചേർത്ത് പിടിക്കുകൂടി ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ മോൾ ആശിക്കുന്നുണ്ട് കേട്ടോ. മോള് പോയിക്കോ, ഇവർക്ക് ചായ കൊടുക്കണം. സ്റ്റാൻലി അവളുടെ ദേഹത്ത് മൃദുവെ തട്ടിക്കൊണ്ട് പറഞ്ഞു. തലയാട്ടിയപ്പോ ഒരു കണ്ണീർ കണം അടന്നു വീണു. അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ഞങ്ങൾക്കിവിടെ ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട്, സേവിച്ചൻ പറഞ്ഞു. ഇവളോട് ആരും ഒന്നും സംസാരിക്കണ്ട. മോശമായൊരു വാക്കോ നോട്ടമോ പോലും ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. സ്റ്റാൻലി തന്നെ നിലപാട് വ്യക്തമാക്കി. അലീന പോയിക്കൊള്ളൂ. അലീന ഹാളിൽ നിന്ന് പോയി. സ്റ്റാൻലിക്ക് വേറെ മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? വികാരിയച്ഛൻ ചോദിക്കുമ്പോൾ സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്ന സാധനമല്ല, ആവശ്യമുള്ളവർക്കേ കൊടുക്കാറുള്ളൂ. 24 വർഷം മുമ്പ് സംഭവിച്ച അബദ്ധം സ്റ്റാൻലി എന്തിന് ഏറ്റെടുത്തെന്നാണ് ഇവരുടെ ചോദ്യം. സ്റ്റാൻലി മകൾ ഏതു കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്തോളം എത്തണം. ഇതൊക്കെ ഒരു കുടുംബത്തിന് അഭിമാനമാണ് സ്റ്റാൻലി. മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ കൊള്ളാമോ സ്റ്റാൻലി ചെയ്ത തെറ്റിന്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സംഭവിച്ചൊന്നും തീർത്താൻ പറ്റില്ല. സ്റ്റാൻലി അവളെ മാറ്റി താമസിപ്പിക്കുന്നതല്ല എന്ന് തീർച്ചയാണോ? അച്ഛൻ ചോദിക്കുമ്പം ആകാശം ഇടിഞ്ഞു വീഴുന്നതുവരെ സ്റ്റാൻലി മറുപടി പറയുന്നുണ്ട്. എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5ആയി ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെ മക്കളുടെ പേരിൽ എഴുതി വെക്കണം, എബ്രഹാം മാത്യു പറഞ്ഞു. ബാക്കി ഒരു ഭാഗം ആർക്കാണ്? സ്റ്റാൻലിക്കോ അലീനയ്ക്കോ? സ്റ്റാൻലിക്ക്. അപ്പൊ അലീനയ്ക്കോ എന്ന് സ്റ്റാൻലി ചോദിക്കാണ്. സ്റ്റാൻലിയുടെ വിഹിതം അവൾക്ക് കൊടുക്കാമല്ലോ. ഈ ഫോർമുല ആര് തന്നു? അതല്ലേ ഇനി ന്യായം സ്റ്റാൻലി? ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അതെന്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കളയണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗത രീതിയുണ്ടല്ലോ, അതനുസരിച്ച് മക്കൾക്കാണ് അപ്പന്റെ സ്വത്ത്, ആരും കടലിൽ കളയാറില്ല. സ്റ്റീഫൻ പറഞ്ഞിട്ടോ. കൊടുക്കേണ്ട സമയമാകട്ടെ, അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഈ സ്വത്തുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? കല്യാണത്തിന് മുമ്പും നിങ്ങൾക്ക് ഇതുപോലത്തെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനിയും ഓർഫനേജിൽ നിന്നും തെരുവിൽ നിന്നൊക്കെ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം. അല്ലെങ്കിൽ പൂർവ്വ കാമുകന്മാരാണെന്ന് പറഞ്ഞ് ഏതുമൊക്കെ സ്ത്രീകൾ വന്നേക്കാം. ഞങ്ങൾക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, ഓഹോ, എന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലേ? സ്റ്റാൻലി ചെറുതായെന്ന് ചിരിച്ചു. അവർ പറഞ്ഞതും കാര്യമില്ല മിസ്റ്റർ സ്റ്റാൻലി. പരസ്പര വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിന് അടിത്തറ. മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതൊരു കുട്ടിയിടുന്ന സ്റ്റാൻലി തന്നെ സമ്മതിച്ചതോടെ ആ അടിത്തറ തകർന്നു. ഇനി പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. സ്റ്റാൻലി ഇപ്പോൾ തന്നെ പൊട്ടിച്ചിരിച്ചു. എന്താണത്ര ചിരിക്കാൻ? ആരും തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ. വികാരിയച്ഛൻ ദേഷ്യപ്പെടുമ്പോ ഇത്രയും വലിയൊരു തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞു വെച്ച് കണക്ക് കൂട്ടിയാൽ 24 വർഷം മുമ്പാണ് ഞാൻ അടുത്തറ തകർത്തത്. അന്ന് ഞാൻ എൽസമ്മേനെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടുത്തറിൽ നിന്നാണ് ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതും ഇത്രയിടം വരെ എത്തിയതും. എന്നിട്ട് ഇന്നലെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കല്ല എന്ത് ചെയ്യും? അതല്ല സ്റ്റാൻലി പ്രശ്നം. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ളതാണെന്നായിരുന്നല്ലോ അവർ ധാരണ. മറ്റേ പെണ്ണ് വന്നതോടെ എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. എൽസമ്മ പോയി ബിൽഗേറ്റിനെ കല്യാണം കഴിക്കട്ടെ, അയാൾക്ക് ആയിരക്കണക്കിന് കോടി ഡോളർ വരുമാനമുണ്ട്. ഓരോ വർഷവും അമ്മയ്ക്ക് സുരക്ഷിതത്വ ബോധം കിട്ടും. നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കാണല്ലോ സ്റ്റാൻലി? വികാരത്തിന് ചോദിച്ചു. അതെ, സംശയം എന്താ?
ഭർത്താവിന്റെ വരുമാനവും സ്വത്തും കണ്ടിട്ടാണ് ഏറ്റവും വലിയ സുരക്ഷിത ബോധം നൽകുന്ന സംഗതികളെന്ന് വിശ്വസിച്ചൊരു ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണ് ഫാദർ ഞാൻ ചെയ്ത ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ പറയരുത് സ്റ്റാൻലി. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോരോ പ്രവൃത്തികൾ അവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതെന്റെ കുറ്റമല്ല. എന്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണുനട്ടിരുന്നിട്ടാണ്. അവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമോ എന്നതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നാണ്. സ്റ്റാൻലിയുടെ കടമ ചെയ്തിരുന്നെങ്കിൽ. സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല കൂടുതൽ സംസാരിക്കാൻ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. എല്ലാവരും ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തരായി വാതിൽ കടക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അങ്ങനെ പോകാൻ വരട്ടെ എന്നും പറഞ്ഞ് രണ്ടല്ലെന്ന് അറിഞ്ഞിട്ടേ ഉള്ളെന്നും പറഞ്ഞ് സ്റ്റീഫൻ എഴുന്നേറ്റ് നിന്ന് തടയുന്നുണ്ട്. ഒരു മുരൾച്ച കേട്ടെല്ലാവരും മേശച്ചുവട്ടിലേക്ക് നോക്കി. ശാന്തരായി കിടന്ന നായ്ക്കൾ രണ്ടും എഴുന്നേറ്റ് കാതു കൂർപ്പിച്ച് നിൽക്കുന്നു. അതിലൊരെണ്ണ സ്റ്റീഫനെ നോക്കി മുരളുന്നുണ്ട്. ഒരു പശുക്കിടാവിനോപ്പോളം വലിപ്പമുള്ള ഒരു നായ നടന്ന് സ്റ്റാൻലിയുടെ അരികിലെത്തി. എന്നിട്ട് സ്റ്റീഫനെ നിരക്ക് ചെയ്ത് വട്ടം പിടിച്ച് നിൽക്കാണ്. എല്ലാരും ഒന്ന് പേടിച്ച് നിൽക്കാണ്. ചായ കഴിച്ചിട്ടേ പോകാവൂ മിസ്റ്റർ പരുത്തിക്കാടൻ, എനിക്കൊരു കമ്മൽ തരികയും വേണം സ്റ്റാൻലി പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകുന്നത് വരെ സ്റ്റാൻലി നോക്കി നിൽക്കാണ് കേട്ടോ.